ചെറുപ്പത്തിൽ അടുക്കളയിൽ കയറി കഞ്ഞിയും കറിയും ഉണ്ടാക്കാത്ത എന്നെ ഓർത്ത് എൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവളെ എങ്ങനെ കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കും എന്നോർത്ത്. പക്ഷേ എവിടെ നിൽക്കുകയോ എനിക്ക് ഫുഡ് മാത്രം ഉണ്ടാക്കാനുള്ള ഒരു ശക്തി ദൈവമായിട്ട് തന്നു ഗൈസ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, എനിക്കും എൻ്റെ കെട്ടിയവനും ഒരു പൂതി തോന്നി. നല്ല ചക്ക വേവിച്ചതും നല്ല മുളകിട്ടരച്ച മീൻകറിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കടയിലോട്ട് വിട്ടു. അത് നമ്മുടെ മലയാളിക്കടയിൽ ഈ ചക്കയും കപ്പയൊക്കെ കിട്ടത്തുള്ളന്നേ. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ചക്കയൊന്നും കിട്ടത്തില്ല, ഫ്രോസൺ ചക്കയെ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ മലയാളിക്കടയിൽ പോയി നല്ല ഫ്രഷ് ഫ്രോസൺ ചക്കയും മേടിച്ചു. പിന്നെ നല്ല മുളകിട്ടരച്ച് മീൻകറി, സാൽമണിൻ്റെ മീൻകറി അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത് നമ്മുടെ സ്വന്തം ഷാൻജിയോ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാണ്. അതിൻ്റെ കടപ്പാട് ഇന്നും ആ ചാനലിനോടുണ്ടായിരിക്കും. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ചക്ക വേവിച്ചതിൻ്റെയും മുളകിട്ടരച്ച മീൻകറിയുടെ അഭിപ്രായം ഈ മനുഷ്യനോട് ചോദിച്ചറിഞ്ഞാലോ. ഗൈസ്, എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ചക്ക വേവിച്ചതും മീൻകറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടത്. കഴിക്കട്ടെ. അടിപൊളി കേട്ടോ, സൂപ്പർ, നല്ല അടി. ഞങ്ങൾ ഫസ്റ്റ് ടൈം അവൾ ഉണ്ടാക്കുന്നത് ചക്ക വേവിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ചക്ക വേവിച്ചതും മുളകിട്ടരച്ച മീൻകറിയും ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളവർ എത്രയും വേഗം പോയി ഉണ്ടാക്കി നമ്മുടെ ഓരോ സന്തോഷ നിമിഷങ്ങളും ഇതേപോലെ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ആഘോഷകരമാക്കി മാറ്റിയേക്കാം. പിന്നെ ഈ വീഡിയോ ചുമ്മാ കണ്ടങ്ങ് പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ, ലൈക്കും കൂടെ.